ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്ക് ആൻഡ് വീലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇതൊരു ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഒരു കീ ഹോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു എംബ്രോയിഡറി ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ആദ്യം തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാണ്. മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ കീ ഹോളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് ഈ ഒരു പോയിന്റിലോട്ടാണ് വരുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ഡാർക്കൻ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ഇപ്പുറത്തെ സൈഡിലും ആ ഒരു മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആങ്കർ ത്രെഡാണ്. അപ്പോൾ ഞാനൊരു ഗ്രീൻ ഷെയ്ഡുള്ള ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡ് എടുത്തിട്ടുണ്ട്. റെഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ഈ ഒരു ഷെയ്ഡല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ വരുന്ന ഭാഗത്താണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈനിലാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒറ്റ ലെയറായിട്ടാണ് നമ്മൾ ആങ്കർ ത്രെഡ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റിയതിന് ശേഷം കുത്തി കൊടുക്കുകയാണ്. നമ്മൾ ഓരോ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ഥലത്താണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് നമ്മൾ റെഡ് കളറിലെ ത്രെഡ് കൊണ്ട് ഈ സെയിം ഫ്ലവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു കീ ഹോളിൻ്റെ മുകളിലും ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഒരു ലൈനിൽ ചെയ്യുന്നുണ്ട്, പിന്നെ നെക്കിൻ്റെ ഇവിടെ ചുറ്റും നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ ആദ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയും കൂടി കുറച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഫ്ലവേഴ്സാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എവിടെയാണ് ഫ്ലവേഴ്സ് വരയ്ക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫ്ലവേഴ്സ് ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ്. നമ്മൾ ആദ്യം ഇതുപോലെ ത്രെഡ് എടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റിന് ഇതുപോലെ കുത്തിയിട്ട് ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് ഈ നീഡിലെ താഴെ കൂടി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നീഡിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെയാണ് നമുക്കൊരു പെറ്റൽ കിട്ടുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടായിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് താഴോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് എല്ലാ ഫ്ലവേഴ്സും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ പെറ്റൽസും ഇതുപോലെ
ഒറ്റ ലെയർ നമ്മൾ ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്നത് ഇതിന് ചുറ്റും ബാക്കിയുള്ള എല്ലായിടത്തും നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് റാൻഡം ആയിട്ടാണ് ചെയ്യുന്നത്, അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻറ്റോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ 2 ഷെയ്ഡും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ഗോൾഡൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ബീഡ്സ് നമ്മൾ വലിയ ഫ്ലവേഴ്സിൻ്റെ ഇടയിലും പിന്നെ ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ചെറിയ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മളിതിന് സ്ലീവ്സ് വെക്കുന്നത് നെറ്റിൻ്റെയാണ്, ഒരു ഗ്രീൻ കളറിലെ സ്ലീവ്സാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.